ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതൊരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗുലാബ് ജാം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ഏലക്ക ഒന്ന് ഇടിച്ചിട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് അതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ്. അത് കുറേശ്ശെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറേശ്ശെ പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം ചെറിയ ബോൾസായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും നമുക്ക് അതൊന്ന് കോരി മാറ്റാവുന്നതാണ്. നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുവാണ്. അതുകൊണ്ട് നമ്മളിനി ചൂടാക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂറോളം നമ്മളിതൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.